ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ അല്ലേ വഴുതനങ്ങ. എന്നാൽ അത് വേവിച്ചാലുണ്ടാകുന്ന വഴുവഴുപ്പ് കാരണം തോന്നുന്നു ഒരുവിധം പേർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കഴിക്കാൻ തീരെ ഇഷ്ടമുണ്ടാവാറില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വഴുതനങ്ങ കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഹമ്മൂസിനും ഗാർലിക് മയോനൈസിനും ഒക്കെ പകരമായിട്ടുണ്ടാക്കാവുന്ന നല്ല ക്രീമി ആയിട്ടുള്ളൊരു പേസ്റ്റാണ്. മുത്തബൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു അറബിക് റെസിപ്പിയാണ്. വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ കുബൂസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തും നല്ല എരിവും പുളിയൊക്കെയുള്ള ചിപ്സ് അല്ലെങ്കിൽ ചെറിയ ഉപ്പുരസമുള്ള ബിസ്ക്കറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ ഡിപ്പ് ചെയ്തൊക്കെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊന്നും ഇത് വഴുതനങ്ങയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒന്നും മനസ്സിലാവേയില്ല. അപ്പോൾ നമുക്ക് നോക്കാം മുത്തബൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് റെസിപ്പി നോക്കാം. മുത്തബൽ ഉണ്ടാക്കാൻ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബർണറിൽ വെച്ചൊന്ന് ചുട്ടെടുക്കാം. ഞാൻ 2 ബർണറിലായിട്ട് വെക്കുന്നുണ്ട്. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കണം. ഇപ്പം രണ്ടും നമ്മൾ നന്നായി പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളയണം. ബർണറിൽ ചുട്ടെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. വഴുതനങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. എത്രത്തോളം ചെറുതാക്കി ചോപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറുതാക്കി ചോപ്പ് ചെയ്യുക. അടുത്തതായി ഒരു മിക്സിയിൽ 3 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തീരെ പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഈ അടിച്ചത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി അരയണം കേട്ടോ. കുറച്ചായതുകൊണ്ട് നന്നായി അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ തൈര് കൂടെ ചേർത്ത് അരച്ചത്. മുത്തബൽ സാധാരണ തൈന പേസ്റ്റ് ചേർത്താണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ തൈന പേസ്റ്റ് ചേർക്കുന്നില്ല. പക്ഷെ അതില്ലാതെ തന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലും പെർഫെക്റ്റ് ടേസ്റ്റിലും നമുക്ക് മുത്തബൽ ഉണ്ടാക്കാം. അതിന് ദയവായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൊത്തം 5 ടേബിൾ സ്പൂൺ തൈരാണ് നമുക്കിതിലേക്ക് ആവശ്യം. ഇനിയാണ് കേട്ടോ ഇതിലെ പ്രധാന സ്റ്റെപ്പ്. അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറഞ്ഞത്. നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും തൈരും കൂടെ അടിച്ച അതേ മിക്സിയിൽ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഈ അടിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മൾ തൈന പേസ്റ്റ് ചേർത്തുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ തൈന ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരച്ചെടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. എല്ലാവരുടെ കയ്യിലൊന്നും തൈന ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പ്രത്യേകിച്ച് നാട്ടിലുള്ളവരുടെ കയ്യിൽ. കഴിഞ്ഞ ആഴ്ച ഹമ്മൂസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പലരും ചോദിച്ചിരുന്നു തൈന ഇല്ലാതെ ഹമ്മൂസ് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന്. ഇതുപോലെ തൈര് ചേർത്തിട്ടുണ്ടാക്കാൻ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു മാത്രം. പക്ഷേ ഈ മുത്തബലിൽ തൈന പേസ്റ്റ് ചേർക്കാത്തത് അറിയില്ല എന്ന് മാത്രമല്ല, അത് ചേർത്തുണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റുമാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.